എൻ്റെ പേര് ഷീന രാജീവ്. ഞാൻ തടിയൂരാണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ 19 വർഷക്കാലമായിട്ട് ഞാൻ ഈ പശുവിനെ വളർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെ വളർത്തുന്നതെന്ന് പറഞ്ഞ പ്രധാന കാര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്താണ് ഞാൻ ഇതിനെ വളർത്താൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ഞാൻ ഒരു 10-16 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എത്ര പശുക്കളെ വാങ്ങിച്ചാലും നമുക്ക് എങ്ങനെ അത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പാലത്തോടുള്ള പശുക്കളെ വാങ്ങിച്ചാൽ അതിൽ നിന്ന് നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 3 വർഷക്കാലമായിട്ട് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പല കാൽസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുവാണ് ക്ഷീരമിത്രയുടെ ഒരു ഗ്രൂപ്പ് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ അതിലൊരു അംഗമാകുകയും ചെയ്തതും അതിനകത്ത് പല ആൾക്കാർ അതിനെക്കുറിച്ച് പറയുകയും കൂടുതൽ അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു. കാരണം പശുക്കളെ ഓരോ ചേട്ടന്മാരെ അതിനകത്ത് പറഞ്ഞ് കേട്ടിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാൽദാൻ ബി പ്ലസും റിച്ചാമാക്സും എനിക്ക് കിട്ടിയത്. ആ കാൽദാനും കൊടുത്ത് റിച്ചാമാക്സും കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം പശുക്കൾക്കൊന്നും പശുക്കൾക്ക് അണപ്പില്ലെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുപോലെ നല്ല രീതിയിൽ അയവെട്ടും. പശുക്കൾ നല്ല രീതിയിൽ അയവെട്ടെങ്കിൽ മാത്രം നമുക്ക് പാലുൽപാദനം കൂടത്തുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ഈ റിച്ചാമാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പൊടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാൽദാൻ ബി പ്ലസ് ഇത് ഏറ്റവും നല്ലൊരു കാൽസ്യമാണ്. പല കാൽസ്യങ്ങളും നമ്മൾ ഈ 19 വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റിസൾട്ട് ഒന്നിനും കിട്ടിയിട്ടില്ല. ഈ ഫസ്റ്റ് നിൽക്കുന്ന ഈ പശു എന്ന് പറഞ്ഞാൽ ഭയങ്കര അണപ്പും അതിന് തീറ്റി എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണവും മാറി നല്ല രീതിയിൽ അത് നല്ല റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. അതിന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മിൽമയിലാണ് 2-3 പശുവിന്റെ പാല് കൊടുക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ അതിന്റെ ഫാറ്റ് ആദ്യമൊക്കെ എനിക്ക് 3, 4, 3, 8 അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം 5, 8 ആദ്യമായിട്ട് ഞാൻ ഇത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 5, 8 കിട്ടിയത്. അപ്പോഴേ ഞാൻ ഓർത്തത് ഈ ഫാറ്റിനൊക്കെ ഇത്രയും വ്യത്യാസം വന്നല്ലോ. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കാൽസ്യത്തിൽ നിന്നും ഈ റിച്ചാമാക്സിൽ നിന്നും ഒക്കെ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 6, 8 ആ 3 പശുക്കളെ ആ 3 പശുവിന്റെ പാലാണ് നമ്മൾ മിൽമായി കൊടുക്കുന്നത്. ഇങ്ങോട്ടുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാല് കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ 4, 8, 5, 2 എന്ന റീഡിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇതിന്റെ പാലാണ് നമ്മളിവിടെ വീടുകളിൽ കൊടുക്കുന്നത്. കൂടുതൽ പാലിന്റെ നല്ല റിസൾട്ട് രൂപ കിട്ടണമെങ്കിൽ റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ടുള്ള ഫാറ്റ് ഉള്ളത് പാല് കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് മിൽമയിലാണ് നമ്മളത് കൊടുത്തത്. എനിക്ക് ഈ ക്ഷീരകർഷകരോട് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു സാധനം, അതായത് റിച്ചാമാക്സ് കാൽദാൻ ബി പ്ലസ് ഇത് ഉപയോഗിച്ചിരിക്കണം. ഒരണപ്പോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. പശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും അണപ്പോ ഒന്നുമില്ല. ഈ ഫാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാമായത് 2 ഫാൻ ഈ ഫാമിനകത്തുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഫാന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു പശുവിനും അണപ്പില്ല. തീറ്റ അത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം 2 മാസം മുമ്പ് നല്ലതായിട്ട് ഇതിനെല്ലാം വയറ്റിളക്കം വന്ന് ഇതിനെല്ലാം ക്ഷീണം വന്നതാ. ഈ പശുക്കളെ എല്ലാം ക്ഷീണം മാറി ഇത് കൊടുത്തതിന് ശേഷം മാത്രമാണ്. ഞാനൊരു 10-10,000 രൂപയോളം ചികിത്സിച്ച പശുക്കളായി നിൽക്കുന്നത്. അന്നേരം ഒന്നും നമ്മൾ ഗ്ലൂക്കോസ് ഇട്ടു ഇതിന് വേണ്ടുന്ന ഇതെല്ലാം ഇട്ട് കൊടുത്തെങ്കിലും ഉണ്ടല്ലോ, ഇത് കൊടുത്തതിന് ശേഷമാണത് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയത്. ഞാൻ പറയുന്നത് കണ്ടിന്യൂ എല്ലാ കർഷകരും ഇത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു പ്രയോജനം വരത്തുള്ളൂ. പശുക്കളെ ക്ഷീരമേഖല ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു നഷ്ടവും വരത്തില്ല. കാരണം ചോദിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും. ഒരു സ്മെല്ലും ഇതിനില്ല. ചാണകത്തിന് സ്മെല്ലുമില്ല. ചാണകം നമുക്ക് ദഹനം നല്ലതായിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലായി. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് തീറ്റി എല്ലാം നല്ലതായിട്ട് അങ്ങ് എടുക്കുമെന്ന് വീണ്ടരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വീണ്ടരിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നതിനായിട്ട് അണപ്പ് കുറഞ്ഞു. അതും ഫാൻ്റെ ആവശ്യം വരുന്നില്ലെന്ന്. ഫാൻ്റെ ആവശ്യമേ ഇരതേണ്ട. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് പോലും ഇത്ര ചൂടുള്ള സമയത്ത് ഫാൻ ഇടുന്നില്ല. ഇത് കണ്ടോ? ഈ സമയത്ത് ഫാൻ്റെ ആവശ്യം വരുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എപ്പോഴും രാവിലെ ഒരു 10 മണിക്ക് ഇടുന്ന ഫാൻ വൈകിട്ട് ഒരു 4-4:30 വരെ ഇത് കണ്ടിന്യൂ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ചോദിച്ചത് അണപ്പാ ഭയങ്കരം. അണപ്പ് ചെയ്യുന്നപ്പോ നമ്മൾ തന്നെ പേടിച്ചു പോകും. ഈ വായിക്കൂടി ഇങ്ങനെ പതപോലെ വന്നോണ്ടിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ പശുവിന്റെ മൂക്ക് ഇവിടെ ശ്രദ്ധിച്ചറിയാം. വേണ്ട ഇങ്ങനെ വിയർത്ത് നിൽക്കും. ഇത് നല്ല പശുക്കളുടെ ലക്ഷണമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു റിച്ചാമാക്സും ഈ കാൽദാൻ പ്ലസും എല്ലാ കർഷകരും ഇത് ഉപയോഗിച്ചിരിക്കണം. എല്ലാവർക്കും ഈ അറിവ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം ചോദിച്ചാൽ എന്നെ പോലുള്ളവരല്ലേ ഈ കർഷകരായിട്ട് വരുന്നവര്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം വരണ്ടേ. അതുകൊണ്ട് പറഞ്ഞത് എല്ലാരും അത് വാങ്ങിച്ച്. കാരണം ചോദിച്ചാൽ നല്ല റിസൾട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് വളർത്താൻ തോന്നും. അല്ലേ ഉണ്ടല്ലേ ഇതിങ്ങളുടെ ഈ ക്ഷീണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനപ്രയാസമാണ്. അസുഖങ്ങൾ കുറവുണ്ട്.
കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പശുവിന് ഒരു വയറ്റിളക്കം പിടിച്ചാൽ അതിന്റെ പാൽ അത്രയ്ക്ക് 2-4 ലിറ്റർ പാല് കുറയുക. ഇത് കൊടുത്തതിന് ശേഷമാണ് ഈ പശുക്കളുടെ എല്ലാം പാൽ തോത് ഇത്ര. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്രയും പാലുള്ള പശു ആയിരുന്നോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ചോദിച്ചാൽ ഇതൊക്കെ തടിക്കാൻ ഒരു 2-3-4 മാസങ്ങൾ കഴിഞ്ഞ പശുക്കളാ. ഇതിന്റെ കുട്ടികളെയൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. 1-2 കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. കൊടുത്തതിന് ശേഷമാണ് നന്നാകാൻ തുടങ്ങിയത്. കാരണം ചോദിച്ചാൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഞാൻ അനുഭവിച്ചു. ഡോക്ടർ വന്നു. ഈ പശുക്കൾക്കെല്ലാം ഇവിടെ വന്ന് ട്രിപ്പിട്ട പശുക്കളാണ്. ആ ട്രിപ്പിട്ടിട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇത് തന്നെയായിരുന്നു. ഈ റിച്ചാമാക്സ് കൊടുത്തതിന് ശേഷമാണ് നന്നായിട്ട് ഇതിന്റെ ഒരു ചാണകം മുറുകാനും നല്ല രീതിയിലായത്. അസുഖങ്ങളെല്ലാം മാറി. നമുക്ക് വയറിളക്കത്തിന്റെ പൊടി ഞാൻ ക്ഷീരമിത്രയുടെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞപ്പം അവിടുന്ന് എനിക്ക് ഇത് കൊണ്ടു തന്നില്ലേ. കൊണ്ടു തന്നപ്പോഴാണ് അതിന്റെ എല്ലാം മാറ്റങ്ങൾ വന്നത്. വ്യത്യാസമുണ്ട്. ഉണ്ട്. ഇത് ഉപയോഗിച്ചിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഉപയോഗിച്ചിരിക്കണം. എന്തായാലും കിട്ടിയ മാറ്റങ്ങൾ നമ്മളോട് പറഞ്ഞതിന് ഒരുപാട് നന്ദി.